നിയമസഭയിലെ ഉപനേതാവിനെ ചൊല്ലി CPM CPI പോര് വീണ്ടും രൂക്ഷമാകുന്നു. ഉപനേതാവിന്റെ മുറി ആവശ്യപ്പെട്ട് CPM സ്വന്തം നിലയിൽ സ്പീക്കറെ സമീപിച്ചതിലാണ് CPIക്കുള്ളിൽ കടുത്ത അമർഷം പുകയുന്നത്. ഉപനേതാവ് ആരെന്ന് വ്യക്തമാക്കാതെ മുറി ആവശ്യപ്പെട്ട് CPM നൽകിയ കത്ത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അതേസമയം ഉപനേതാവിന്റെ മുറി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടില്ലെന്നാണ് KN ബാലഗോപാലിന്റെ വിശദീകരണം. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ വീണ്ടും ചേരുകയാണ്. ജ്യോതിഷ്, അതായത് നിങ്ങൾ ആദ്യം ഉപനേതാവ് ആരെന്ന് തീരുമാനിച്ചിട്ട് വരൂ, അപ്പോഴാണല്ലോ മുറി തരാൻ എളുപ്പം എന്നുള്ള അർത്ഥത്തിലാണ് തിരുവഞ്ചൂർ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത്. ഇതിപ്പോൾ ഒന്ന് അണഞ്ഞു നിന്ന വിവാദം വീണ്ടും ആളിക്കത്തുകയാണോ? ഞങ്ങൾക്ക് വേണം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനമെന്ന് CPI തുടക്കം മുതൽ ആവശ്യപ്പെടുന്നുണ്ട്, അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടേ ഇല്ല എന്നാണ്. അതാണല്ലോ ഇപ്പോൾ ഈ തർക്കം വീണ്ടും രൂക്ഷമാകാൻ അല്ലെങ്കിൽ അമർഷം പുകയാൻ കാരണമാക്കുന്നത്. കൃഷ്ണരാജ് രാഖി അത് തന്നെയാണ്. അതായത് തന്ത്രത്തിലൂടെ അത് നേടിയെടുക്കാമെന്നായിരുന്നു ഇപ്പോൾ CPM ധരിച്ചിരുന്നത്. കാരണം CPI അതായത് ഇപ്പോൾ KN ബാലഗോപാൽ PAC ചെയർമാനാണ്, അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ് ഇപ്പോൾ KN ബാലഗോപാൽ. അപ്പോൾ തനിക്ക് ഈ ഉപനേതാവിൻ്റെ മുറി വേണമെന്ന് ഒരാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊടുത്തിരുന്നത്, ആവശ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ സ്പീക്കർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു, ഉപനേതാവ് ആരെന്ന് പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് മുഖേന അറിയിക്കണം, എന്നാൽ മാത്രമേ അത്തരത്തിലൊരു റൂം അനുവദിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു മറുപടിയായിരുന്നു സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ വിവാദം ശക്തമായതോടുകൂടി ഇപ്പോൾ KN ബാലഗോപാൽ പറഞ്ഞു താൻ അങ്ങനെ ഒരു ആവശ്യമേ ഉന്നയിച്ചിട്ടില്ല എന്ന് ഉള്ള സമീപനമാണ് ഇപ്പോൾ KN ബാലഗോപാലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ CPI ഇതിൽ കടുത്ത അമർഷമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം CPIക്ക് അവകാശപ്പെട്ടാണ് എല്ലാ തവണയും LDF പ്രതിപക്ഷത്ത് വരുമ്പോൾ ഉപനേതാവ് സ്ഥാനം CPIക്കാണ് ഉള്ളത്. എന്നാൽ ഈ തവണ അത് ഉപനേതാവ് സ്ഥാനം കൂടെ CPM കരസ്ഥമാക്കാനുള്ള തന്ത്രമായിരുന്നു ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത്. അതാണിപ്പോൾ സ്പീക്കർ ഇടപെട്ട് പൊളിച്ചിരിക്കുന്നത്. കാരണം സ്പീക്കർ ഇപ്പോൾ ഗോൾ ഇപ്പോൾ CPMൻ്റെ കയ്യിലോട്ട് തന്നെ തട്ടിയേക്കുവാണ്. കാരണം ആരാണ് ഉപനേതാവ്, അവർക്ക് മാത്രമേ ഉപനേതാവിൻ്റെ മുറി ഇപ്പോൾ നൽകൂ എന്നാണ് ഇപ്പോൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ LDFൽ വലിയ രീതിയിലുള്ള തർക്കമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. കാരണം തങ്ങൾ PM ശ്രീ വിഷയത്തിൽ ഉണ്ടായതിൻ്റെ പോലെ വേറൊരു വിഷയമാണ് ഇപ്പോൾ CPM CPI തമ്മിൽ ഉണ്ടായിരിക്കും. കാരണം തങ്ങളോട് ആലോചിക്കാതെ ഉപനേതാവിൻ്റെ മുറി CPM ആവശ്യപ്പെട്ടതിലാണ് ഇപ്പോൾ CPIക്ക് കടുത്ത അമർഷം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് ഉള്ള തർക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം CPIക്ക് എല്ലാ തവണയും, അതായത് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു ഇപ്പോൾ CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ CPIക്കാണ് ഉപനേതാവിൻ്റെ സ്ഥാനം ഉപനേതാവ് സ്ഥാനം ലഭിക്കേണ്ടത്, ഉപനേതാവിൻ്റെ മുറിയിൽ ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ CPMന് ഈ തവണ ഇത് നൽകില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മറ്റ് CPI നേതാക്കളും. അതുകൊണ്ട് തന്നെ CPMൻ്റെ ഈ ആവശ്യം ഒരു കാരണവശാലും CPI അംഗീകരിക്കില്ല. അത് മുന്നണിയിൽ ഇടതു മുന്നണിയിൽ തന്നെ അത് വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും രണ്ടാമത്തെ, അതായത് ഇടതു മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് CPI. എന്നിട്ടും പല കാര്യത്തിലും തങ്ങളോട് ആലോചിക്കാതെയാണ് CPM ഓരോ തീരുമാനവും എടുക്കുന്നത്. തങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പോലും CPM ഇപ്പോൾ തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ഈ ഭരണം നഷ്ടപ്പെടാൻ തന്നെ കാരണക്കാരനായ പിണറായി വിജയനെയാണ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത്. അതിൽ പോലും CPIക്ക് വലിയ അമർഷമുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഉപനേതാവ് സ്ഥാനവും ഇപ്പോൾ തട്ടിയെടുക്കാൻ CPM ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലോ തോറ്റു, അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാൻ പിണറായി വിജയന് സാധിക്കില്ല എന്ന് എന്താണ് CPI പറയുന്നുണ്ട്, അണികൾ പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞു കേട്ടോ, ആ അധ്യായം എന്നെ അടഞ്ഞതാണ്. ഇനി എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അതായത് ബാലഗോപാൽ തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവെന്ന് പറയാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ CPI വിട്ടുകൊടുക്കുന്നില്ല ഈ ഒരു വിഷയത്തിലെങ്കിലും. മറ്റതൊക്കെ പുറമേ ഇങ്ങനെയാണെങ്കിൽ അവസാനം വഴങ്ങിക്കൊടുക്കുന്ന ഏറാൻ മുകളിൽ നിൽക്കുന്ന CPI ആണ് നമ്മൾ കാണാറ്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെയാണ്. എന്തായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു ജ്യോതിഷ്.